സെക്രട്ടേറിയറ്റിൽ സീലിംഗ് ഇളകി വീണ് അഡീഷണൽ സെക്രട്ടറിക്ക് പരിക്ക്. സഹകരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അജി ഫിലിപ്പിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, സെക്രട്ടേറിയറ്റിൽ എന്താണ് സംഭവിച്ചത്? പരിക്കേറ്റ ആൾക്ക് എങ്ങനെയുണ്ട്? പ്രശ്നം പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? പൂജ, ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സഹകരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ഫിലിപ്പ് ഇരിക്കുന്ന ക്യാബിൻ്റെ മുകളിലുള്ള സീലിംഗ് തകർന്നു വീണത്. ജിപ്സം ബോർഡാണ് ഇത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലെ പല കെട്ടിടങ്ങളും പല ബ്ലോക്കുകളും കാലപ്പഴക്കം ചെന്നതാണ്. സെക്രട്ടേറിയറ്റ് കെട്ടിടം തന്നെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. ഇതിൽ പഴയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഭാഗത്തുള്ള കെട്ടിടമാണ്. കെട്ടിടത്തിലാണ് സീലിംഗ് ആണ് തകർന്നു വീണത്. 3 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയത്ത് ക്യാബിനിൽ അജി ഫിലിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിലേക്കാണ് ഈ സീലിംഗ് പതിച്ചത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല. അദ്ദേഹത്തെ പക്ഷേ ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റിൽ നമുക്ക് കാണുമ്പോൾ തന്നെ പലപ്പോഴും അറ്റകുറ്റപ്പണികൾ പല ഘട്ടത്തിലും നടക്കുന്നത് കാണാം. പക്ഷേ ഈ പണികളൊന്നും ബലവത്താക്കാനുള്ള അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പണി ആകുന്നില്ല എന്നതാണ് ഇതിൽ വസ്തുത. കാരണം സീലിംഗ് അടക്കം പലപ്പോഴും തകർന്നു വീഴുന്ന സംഭവങ്ങളുണ്ടായി. അത് ഈ കാലപ്പഴക്കത്തിൻ്റെ തന്നെയാണ് വിഷയം. സമീപകാലത്ത് ഈ നിയമസഭാ മന്ദിരത്തിലെ സീലിംഗ് തകർന്നു വീണത് നമ്മൾ കണ്ടതാണ്. അന്ന് ഒരു വാച്ച് ആൻഡ് വാർഡിൻ്റെ തലയിലാണ് ഈ സീലിംഗ് പതിച്ചത്. സമാനമായൊരു സംഭവം തന്നെയാണ് സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം പോലെയല്ല, വളരെ പഴക്കം ചെന്ന വളരെ ആർക്കിയോളജിക്കൽ പ്രകാരം പ്രാധാന്യമുള്ള കെട്ടിടമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പല ഭാഗത്തും കെട്ടിടം ജീർണിച്ച അവസ്ഥയുണ്ട്. ഈ അറ്റകുറ്റപ്പണി ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന പരാതി സംഘടനകളെല്ലാം തന്നെ പല ഘട്ടത്തിലും ഉയർത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ സംഭവിച്ചത് സഹകരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ ക്യാബിൻ്റെ മുകളിലെ സീലിംഗ് ആണ് തകർന്നത്. ആ തകർന്ന് വീണ ഭാഗം പിന്നീട് അറ്റകുറ്റപ്പണി നടത്തുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ മുൻപും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. പലപ്പോഴും ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങും ഇങ്ങും ഒക്കെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഓരോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതും കാണാം. പലരും പരാതിയും പറഞ്ഞിട്ടുണ്ട്, സംഘടനകളൊക്കെ തന്നെ. ഇനിയെങ്കിലും ഇത് കൃത്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ മാത്രം അറ്റകുറ്റപ്പണി നടത്തുക എന്നല്ലാതെ കൃത്യമായിട്ട് പണികളൊക്കെ മുന്നിലേക്ക് പോകുക, ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു വീണ ആൾക്കാരുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി, അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ജിപ്സം ബോർഡാണ്. അതായത് സീലിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഭാഗമല്ല. അതിൻ്റെ മുകളിൽ ഈ സീലിംഗ് ആയിട്ട്, അതായത് ജിപ്സം ബോർഡാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. നേരത്തെ നിയമസഭാ മന്ദിരത്തിലും സമാനമായ ഒരു സീലിംഗിൻ്റെ ഭാഗമാണ് തകർന്നു വീണത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ കാലത്തായിരുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിനുള്ളിലെ പല സെക്ഷനുകളിലും ഇതുപോലെ തന്നെയാണ്. ഈ ജീർണിച്ചൊരവസ്ഥ പല ഓഫീസ് കെട്ടിടങ്ങളുടെ ഭാഗങ്ങളിലുമുണ്ട്. ഈ പറയുന്ന ഈ അപകടം നടന്ന സഹകരണ വകുപ്പിലെ സെക്രട്ടറിയുടെ ഓഫീസ് എന്നത് പഴയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഭാഗമാണ്. പഴയ കെട്ടിടമാണ്. സെക്രട്ടേറിയറ്റ് ആകെ തന്നെ പഴയ കെട്ടിടമാണ്. അപ്പോൾ ഈ അനക്സ് കെട്ടിടം ഒഴികെ ബാക്കി പ്രധാന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ ഇനിയും കാത്തുകിടപ്പുണ്ട്. പല അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാലും പിന്നീടും ഇതുപോലുള്ള പാകപ്പിഴകളുണ്ട് എന്ന പരാതി സംഘടനകൾ വ്യാപകമായി ഉയർത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നമ്മൾ സംഘടനാ നേതാക്കളോടെല്ലാം ചോദിക്കുമ്പോൾ ഇത് തകർന്നു വീണില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന മറുപടിയാണ് അവർ നൽകുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ജനറൽ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുമുള്ളത്. ശരി, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, അതിനുശേഷം അവിടെ മാത്രം പണിയൊക്കെ നടത്തി മുന്നോട്ട് പോകാതെ എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നെ മുന്നിലേക്ക് പോകട്ടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവാതെയും ഇരിക്കട്ടെ. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.